ഏവർക്കും മൂവി ടൈം ഹൗസിന്റെ നമസ്കാരം. ഇന്നലെ ഞാൻ മൈക്കിൾ സിനിമ കണ്ടു. അതിന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. പടം ഓവറോൾ കൊള്ളാം. ഒരു തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. ഇനി സിനിമയെക്കുറിച്ച് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പ് സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ ഒരേയൊരു ഉത്തരം മൈക്കിൾ ജാക്സൺ എന്നാണ്. ആ മൈക്കിൾ ജാക്സന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് മൈക്കിൾ ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിരിക്കുന്നത്. സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കുട്ടിയായ മൈക്കിൾ ജാക്സൺ എന്ന കുടുംബത്തിൽ ജനിക്കുന്നു. അവിടെ നിന്നാരംഭിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പ് സ്റ്റാറായി മാറുന്ന അവന്റെ യാത്രയാണ് സിനിമ പറയുന്നത്. പക്ഷേ മൈക്കിൾ ജാക്സന്റെ ജീവിതം അത്ര സിമ്പിളല്ല. 1990കളിലെത്തുമ്പോൾ അവന്റെ കരിയർ കുറച്ച് സ്ലോ ആവുകയും അതിന് പിന്നിൽ ചില കാരണങ്ങളും സിനിമയിൽ കാണിക്കുന്നു. ഗ്രഹം കിങ് എന്ന പ്രൊഡ്യൂസർ മൈക്കിൾ സിനിമയുടെ റൈറ്റ്സ് എടുത്തതിനു ശേഷമാണ് ഈ സിനിമ യാഥാർത്ഥ്യമായി വന്നത്. സിനിമയിൽ മൈക്കിളായി അഭിനയിക്കുന്ന നടൻ വളരെ കിടിലൻ പെർഫോമൻസാണ് നൽകുന്നത്. സ്ക്രീനിൽ അദ്ദേഹം വരുമ്പോൾ ഒരു ഒറിജിനൽ മൈക്കിൾ ജാക്സൺ ഫീല് തന്നെ നമ്മൾക്ക് കിട്ടും. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കഥാപാത്രങ്ങളോട് നല്ല ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ മൈക്കിളിന്റെ ആക്ടിങ്ങിൽ കുറച്ച് ഇമോഷണൽ ഡിസ്കണക്ഷൻ തോന്നാം. എങ്കിലും ഒരു ഗംഭീര മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സിനിമ നൽകുന്നു. അത് പ്രത്യേകം എടുത്തു പറയുക തന്നെ വേണം. പ്രത്യേകിച്ച് 80s 90s കാലത്തെ മൈക്കിൾ ജാക്സൺ ഹിറ്റ് സോങ്ങുകളുടെ ഫീല് മുഴുവൻ സിനിമയിൽ കാണാം. സൗണ്ട് എക്സ്പീരിയൻസ് തിയേറ്ററിൽ കണ്ടാൽ തന്നെ കിടിലമാണ്. ആകെ പറഞ്ഞാൽ തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു മികച്ച മൂവി എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പുതിയ സിനിമാ റിവ്യൂസുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും അമർത്താൻ മറക്കരുതേ.